ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ നീരവിന്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ് കേട്ടോ. 9:30 എത്തിച്ചേക്കണം എന്ന് മിസ് പ്രത്യേകം പറഞ്ഞതാ. അതിന്റെ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. നമ്മൾ സ്കൂളിലോട്ടുള്ള വഴിയിൽ കയറിയിട്ടുണ്ട്. വഴിയിൽ വലിയ തിരക്കൊന്നുമില്ല. സ്കൂളിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് നീര അപ്പോഴേക്കും ചാടി ഇറങ്ങി ഓടടാ ഓട്ടം. മേക്കപ്പ് ഇടാനുള്ള ധൃതിയാന്ന് തോന്നുന്നു. അവന്റെ വിചാരം നമ്മൾ താമസിച്ചെന്നാണ്. ഇല്ലില്ല, കറക്റ്റ് സമയമാണ് കേട്ടോ. കുറച്ചുപേരൊക്കെ വന്ന് ഇരിപ്പുണ്ട്. എനിക്ക് പേടിയായി. അയ്യോ, എൻ്റെ ഫ്രണ്ട് റോയിലെ സീറ്റ് പോയോ. എന്തായാലും നീരവിനെ മിസ്സിൻ്റെ അടുത്ത് എത്തിച്ചിട്ട് അപ്പം തന്നെ ഞാൻ ഓടി ഫ്രണ്ട് സീറ്റിന് വേണ്ടി. ഒരു പേടിയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടി കേട്ടോ. ആര്യ എനിക്ക് വേണ്ടി ഒരു സീറ്റ് പിടിച്ചു വെച്ചിരുന്നു. താങ്ക് യു ആര്യ. ഒരുവിധം പേരൻസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവരവിടെ ഇവിടെയൊക്കെ ഇരിക്കാൻ തുടങ്ങി. നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളുടെ പെർഫോമൻസ് കാണണ്ടേ. അങ്ങനെ സ്റ്റേജും ഒരുങ്ങി. ഇപ്രാവശ്യത്തെ ആനുവൽ ഡേയുടെ പേരാണ് കലാഞ്ജലി. അപ്പോഴത്തേക്കും ചീഫ് ഗസ്റ്റ് ഒക്കെ വന്നു കേട്ടോ. ഡോക്ടർ ദീപ്തി പ്രേമായിരുന്നു നമ്മളെ ഇപ്രാവശ്യത്തെ ചീഫ് ഗസ്റ്റ്. അങ്ങനെ ഈശ്വര പ്രാർത്ഥനയൊക്കെ തുടങ്ങി. എല്ലാവരും സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ദീപ്തി മാം പ്രസംഗിക്കാനൊക്കെ തുടങ്ങി. വളരെ നല്ലൊരു മാമായിരുന്നു. നല്ല പോലെ ഒരു ഗാനമൊക്കെ ചൊല്ലി കേട്ടോ. വളരെ നന്നായിരുന്നു. ഇതാണ് മാം. അതിനുശേഷം എല്ലാവരും കൂടെ വന്നിട്ട് നമ്മുടെ പരിപാടിയാണ് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷമല്ലേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ പെർഫോമൻസ് കാണാൻ കിടക്കുന്നത്. ആദ്യം തന്നെ സരസ്വതിയെ വന്നിച്ച് ഒരു പെർഫോമൻസ് അങ്ങ് തുടങ്ങി. പിന്നെ അങ്ങോട്ട് മേളമായിരുന്നു. നമുക്ക് ഒന്നിച്ചൊന്ന് കണ്ടാലോ? വാ നോക്കാം. അങ്ങനെ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കാറായി കേട്ടോ. അവസാന പ്രോഗ്രാമാണ് നടക്കുന്നത്. മിസ്സുമാരൊക്കെ നാഷണൽ ആന്തം ചൊല്ലി. അങ്ങനെ പരിപാടി തീർന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഒരു സ്നാക്സ് കടയുണ്ടായിരുന്നു. അവിടെ ചെന്നൊരു സർബത്തൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സർബത്തൊക്കെ വാങ്ങി നീരവിന് കൊടുത്തപ്പോഴോ അവനത് വേണ്ട. പിന്നെ ഞാൻ കുടിക്കേണ്ടി വന്നു. എന്നിട്ടോ അവനപ്പോൾ ഓറഞ്ച് ജ്യൂസ് വേണം. പിന്നതാ ക്യാൻറ്റീനിലേക്ക് ഒരു നടത്തയായി. കൈ പിടിക്കാൻ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അവൻ ഓടടാ ഓട്ടം. എന്നിട്ട് ക്യാൻറ്റീനിൽ ചെന്ന് ഒരു ഓറഞ്ച് ജ്യൂസ് മേടിച്ചു കൊടുത്ത്